ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൈവ് ഫാമിലി വൈബ്സ്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടായിട്ട് എങ്ങനെ ഇൻട്രോ ഒക്കെ എടുത്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്, സ്കൂൾ തുറന്നിട്ട്. ഇന്ന് മക്കൾക്ക് ഉച്ചക്ക് ചോറൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ തന്നെ അതിനുള്ള പരിപാടിയിലാണ്. എല്ലാം റെഡി ആവണം. 8:15 ഒരാൾക്ക് പോകണം. അപ്പോഴത്തിന് എല്ലാം സെറ്റാകണം. രണ്ടാമത്തെ ആൾക്ക് പിന്നെ കുഴപ്പമില്ല. രണ്ടാമത്തെ മൂന്നാമത്തെ ആൾക്ക് പിന്നെ 9:30 ബസ് വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. എന്നാലും തിരക്ക് തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം റെഡി ആക്കണം. അപ്പോൾ മെയിൻ ടാസ്ക് 8:15 റെഡിയാക്കാനാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആദ്യം ചോറിനുള്ള വെള്ളം വെച്ചിട്ട്, ചോറ് വെന്ത് കിട്ടൂല, 8:15 ആവില്ല. അപ്പോൾ വേഗം ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് തീ പിടിപ്പിച്ച് പിന്നെ ചിക്കൻ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സ്കൂൾക്ക്. അത് പൊരിച്ചിട്ട് കൊടുത്തയക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് ഐസ് ഇടട്ടെ എന്ന് വിചാരിച്ച്. ബാക്കിയുള്ളതൊക്കെ കഴിയുമ്പോഴത്തേന് ഐസ് ഇടട്ടെ എന്ന് വിചാരിച്ച്, കട്ട അലിയട്ടെ എന്ന് വിചാരിച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് പുട്ടാണ്. പുട്ടും കുറച്ച് പഴമുണ്ട്, ചെറുപഴം. അപ്പോൾ പിന്നെ കറിയൊന്നും വേണ്ടല്ലോ, പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച്. പുട്ടൊക്കെ ഉള്ള പൊടിയൊക്കെ നനച്ച് വെച്ചിട്ട് പിന്നെ തേങ്ങ പൊട്ടിച്ച് അതിനുള്ള പരിപാടിയൊക്കെ സെറ്റപ്പാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പുട്ടാകുമ്പോൾ വേഗം പരിപാടി കഴിയുകയും ചെയ്യുമല്ലോ. അപ്പോൾ കുറേ 2 മാസമായിട്ട് നമ്മളിങ്ങനെ രാവിലത്തെ ഹറിബറി ഒന്നും ഇല്ലാതെ സാവധാനത്തിലെല്ലാം ചെയ്തുകൊണ്ട് പോയതല്ലേ. അപ്പോൾ പെട്ടെന്നെല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പോൾ രാവിലെ പുട്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ പുട്ടുമ്മ കയറിയത്. വലിയ ടാസ്ക് ഇല്ലല്ലോ, പെട്ടെന്ന് കഴിയും. ഇനി അതൊന്ന് സെറ്റായി വരണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കുമല്ലോ. എല്ലാം ഒന്ന് റെഡിയായി വരണ്ടേ. കുറച്ച് ദിവസം നമ്മൾ ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവുകയല്ലായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സ്കൂളൊക്കെ തുറന്ന് അപ്പോൾ ലെവലായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആദ്യം പുട്ടുമ്മല അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. എളുപ്പമുള്ളതൊക്കെ വെച്ചിട്ടാണ് തുടങ്ങിയ കുറച്ച് കണ്ട് കഴിയുമ്പോൾ കണ്ട് സെറ്റായിക്കോളും. പിന്നെ അപ്പോൾ പുട്ട് നനച്ച് വെച്ച് തേങ്ങയൊക്കെ ചിരണ്ടി പുട്ടിനുള്ള പരിപാടി തുടങ്ങി. കുക്കറിലതാ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ട് സാമ്പാർ, വലിയ കഷ്ണങ്ങളൊന്നും ഇല്ല. 2 ഉരുളക്കിഴങ്ങും ബാക്കിയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കഷ്ണങ്ങളൊന്നും ഇല്ല, തിന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ആകെ തിന്നണതൊരു ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ബാക്കിയുള്ളതൊന്നും ഇട്ടും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സാമ്പാറും വെച്ച് ചിക്കൻ വറുത്ത് ഒക്കെ റെഡിയാക്കി വെക്കണുള്ളൂ കേട്ടോ. ആദ്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ്ട് കഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതവിടെ ഒരു അടുപ്പത്താവുന്നുണ്ട്. പരിപ്പ് കുക്കറിലാക്കി, പിന്നെ ചോറിനുള്ള അരി കഴുകി അടുപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, സ്കൂൾ ബസ്സിൻ്റെ കാര്യമാണെങ്കിലും ടൈമിങ്ങിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 8:15 പറഞ്ഞത് 8:30 ആവും. കാരണം ഓരോ കുട്ടികൾ കൂടി വരില്ലേ. അപ്പോൾ പിന്നെ ഓരോ സ്റ്റോപ്പുകളും ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചിലപ്പോൾ നേരത്തെ വരും, ചിലപ്പോൾ നേരം വൈകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളതിനെ കണക്കാക്കിയിട്ട് വേണം കുറച്ച് ദിവസം ലെവൽ ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ കുറച്ച് നേരത്തെ ആയാൽ അത്രയും നല്ലതല്ലേ. എങ്ങനെയാണെങ്കിലും ഒന്ന് ഇതായി വരാൻ കുറച്ച് ടൈം എടുക്കും. ഇതിൻ്റെ ഇടയിൽ മൂത്ത ആൾ കുളിച്ച് റെഡി ആവാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്, നേപ്പിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ വേറെ നടക്കുന്നുണ്ട്. കുറച്ച് ടാസ്ക്കാണ് വീഡിയോ എടുക്കലും ജോലി ചെയ്യലും ഒക്കെ കൂടെ ആകുമ്പോൾ. നമ്മൾ ഹെൽപ്പിന് ഒരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാം കൂടി നമ്മളാകുമ്പോൾ കുറച്ചൊരു ഹറിബറിയാണ്. എന്നാലും കുഴപ്പമില്ല, ഒരു രസമാണ്. അങ്ങനെ ചെയ്യാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വായ്ക്ക് റെസ്റ്റ് ഇല്ല കേട്ടോ. ഓരോരുത്തരിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരാൾ അടുത്താളെ നീപ്പിക്കാനുള്ള വിളി ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് മറ്റതൊന്നും കേൾക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോരുത്തരിങ്ങനെ ബെഡിൽ ഇങ്ങനെ നീപ്പിക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വിളിച്ചാലേ അവിടെ നിന്ന് കണ്ട് എണീറ്റ് വരുള്ളൂ നേരമാകുമ്പോഴത്തേന്. അപ്പോൾ മൂത്ത ആൾക്കാണ് 7 മണിക്ക് പോകേണ്ടത്, സിനുവിന്. മറ്റവർക്കൊക്കെ പിന്നെ ഒരു 8 മണിയാകുമ്പോൾ എഴുന്നേറ്റാലും മതി. എന്നാലും ഇപ്പോൾ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിളിച്ചാൽ പെട്ടെന്ന് എഴുന്നേറ്റോളൂ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ ഒന്ന് വൃത്തിയാക്കിയിടണം. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ ഒറ്റയടിക്ക് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും.
കാരണം ഈ തിരക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ചിലപ്പോൾ കുഴങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകും, ചെയ്യാൻ നമുക്ക് ഭയങ്കര ഒരു ഇത് വരും. അപ്പോൾ ആ പണി കൊണ്ട് കഴിഞ്ഞ് അതാണ്ട് ക്ലീൻ ആക്കിയിട്ടാൽ പിന്നെ ബുദ്ധിമുട്ടില്ല, കാണുമ്പോൾ ഒരു സമാധാനവും ആശ്വാസമൊക്കെ തോന്നുകയും ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടതിന് ശേഷം അടുത്ത പരിപാടിക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഇപ്രാവശ്യം മാത്രമാണ് രണ്ടാമത്തെയും മൂന്നാമത്തെ ആൾക്ക് രണ്ടാമത്തെ ദിവസം തന്നെ ചോറ് കൊണ്ടുപോകേണ്ടി വരുന്നത്. മറ്റേത് അവർക്ക് 2 ദിവസം ഉച്ച വരെ ഉണ്ടാവാറുള്ളൂ, അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ട് വരാറില്ല. മൂത്ത ആൾക്ക് മാത്രമേ സെക്കൻഡ് ചോറ് കൊണ്ടുപോയാൽ മതിയാവുന്നുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം 3 പേർക്കും കൊണ്ടുപോകേണ്ടി വന്ന കാരണം അതിൻ്റേതായ ചെറിയ ഒരു ബുദ്ധിമുട്ടല്ല, പറഞ്ഞല്ലോ കുറച്ച് റെസ്റ്റ് എടുത്ത കാരണമുള്ള ഒരു ചെറിയൊരു സ്പീഡ് കുറവ്. നമുക്ക് തോന്നുമ്പോൾ ചെയ്താൽ മതി, അങ്ങനെ ആയിരുന്നല്ലോ ഇത്രയും ദിവസം. അപ്പോൾ അതൊക്കെ മാറിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോഴേ കുറച്ചൊരു ഒരു പിടുത്തം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എൻ്റെ കുക്കർ വിസിലടിച്ച്. അപ്പോൾ അതവിടെ നിന്ന് വിസിലടിച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള വിസിലാണ് കേട്ടോ. അതൊക്കെ വെന്തു. അപ്പോൾ ഇതിന് നമുക്ക് അത് കടുക് വറുക്കാനുള്ള, അതായത് തൂമിക്കാനുള്ള സംഭവങ്ങൾ സെറ്റാക്കി വെക്കുക. ചെറിയ ഉള്ളി ഒക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നന്നാക്കാനിരുന്നതാണ്. അപ്പോൾ അതൊക്കെ കുനുകുന അരിഞ്ഞ് വൃത്തിയാക്കി സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാൻ പോവാണ്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ചായ ഒക്കെ ഉണ്ടാക്കിയിരുന്നിട്ടാ. ചായ എല്ലാം കഴിഞ്ഞിട്ട് കുടിക്കാൻ ശേഷം ഒരുപാട് നേരമാവും, 9:30 ആവും മിനിമം ചായ കുടിക്കണമെങ്കിൽ, കാലിച്ചായ കുടിക്കണമെങ്കിൽ. അപ്പോൾ അതിന് മുന്നേ ഈ പണിത്തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം തന്നെ ചായ വെച്ചിരുന്നു. അപ്പോൾ കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം അത് വെച്ചിരുന്നു, എന്നാലും ചായ കാച്ചി വെച്ചിരുന്നുള്ളൂ, കുടിക്കാൻ പറ്റില്ല. കുറച്ച് കുടിക്കും, അപ്പോൾ ഇതിന് പിന്നെ വേറെ പണിയാവും, അപ്പോൾ അതവിടെ വെക്കും. അങ്ങനെ ചായ കുടിച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ പണിയും ചായ കൂടിയും ഒപ്പമാണ് കഴിഞ്ഞത്. ചൂടാറും ചെയ്തിരുന്നു, ചൂടോടെ കുടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കുക. പക്ഷെ നമുക്ക് ടൈം കിട്ടില്ല, ഓരോന്ന് വരുമ്പോൾ നമ്മളത് മറന്നു പോകും, ചായ കുടിക്കാൻ മറന്നു പോകും. അപ്പോൾ ഈ പണികൾ കഴിയലും ആ ചായ കൂടിയൊക്കെ ഒപ്പമായിരുന്നു. രണ്ടും ഒപ്പം കൊണ്ടുപോവാ, ചായ ചൂടാറാതെ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കുക. പക്ഷെ നടക്കൂല, മറന്നു പോകും. ഓരോന്നും അങ്ങനെ നിന്നാലേ നമ്മൾ ആദ്യം ഒന്ന് മൈൻഡ് കണ്ട് വിടും, പിന്നെ അത് കാണുമ്പോഴാവും അള്ളാ എൻ്റെ ചായ എന്ന് വിചാരിക്കാം, പിന്നെ അത് അപ്പം എടുത്ത് കുടിക്കൂ. പിന്നെ അങ്ങനെ ചൂടാറി എന്നാലും കുടിച്ച് ഒഴിവാക്കി. പിന്നെ ചിക്കൻ അതാ ഐസൊക്കെ വിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ കായം തേച്ച് വച്ച് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നിട്ട് പോയിട്ട് നമ്മളിങ്ങനെ പണിയെടുക്കുമ്പോഴേ ടൈം പോകണതറിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ സിന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അത് അവനുള്ള ചായയൊക്കെ എടുത്ത് കൊടുത്ത് കുടിക്കാൻ പറഞ്ഞിട്ട് വെച്ച് കൊടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഒന്ന് മീൻകാരൻ വന്നിട്ട് മീൻ വാങ്ങാൻ പോക്കണത്. മീൻ വീടിൻ്റെ അടുത്തേക്കൊന്നും വരില്ല, നമ്മൾ കുറച്ചാണ്ട് പോകണം, റൂട്ടുമ്മക്ക് എത്തണം. അപ്പോൾ മീൻ വന്നിട്ടുണ്ടെന്ന് തന്നെ വിളിച്ചപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവാണ്. വെത്തളാണ്, വെത്തൾ തന്നെയല്ല ഈ മീൻ പറയാം, ഇവിടുത്തെ വെത്തൾ എന്നാട്ട പറയാം. വെത്തൾ വാങ്ങി തിരിച്ചു വന്ന് കണ്ട കറക്റ്റ് 8:15 വന്ന ഉടനെ മീൻ വാങ്ങി വന്ന ഉടനെ അവൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കി അവനെ പറഞ്ഞയച്ച്. വണ്ടിക്കാരെ റോട്ടുമ്മലെത്തിയാൽ വിളിക്കും, ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വിളിക്കണതിൻ്റെ 5 മിനിറ്റ് മുന്നേ പിന്നെ അങ്ങോട്ട് വിളിച്ചു ചോദിക്കും എത്തിക്കണമെന്ന്. അപ്പോൾ എത്താനായി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ്ട് ഇറങ്ങും, അത് പോവും. മറ്റേത് റോട്ടുമ്പോൾ പോയി ഇങ്ങനെ നിൽക്കണ്ടേ, നായ്ക്കളും ഉണ്ടാവും. അപ്പം പിന്നെ അതാണ് വിളിച്ച് നോക്കിയിട്ട് പറഞ്ഞയക്കുന്നത്. അപ്പോൾ അവനെ പറഞ്ഞയച്ച് അതിൻ്റെ പിന്നാലെ അതാ മറ്റൊരു നീച്ച വന്ന് ഓരോ കുളിയും ദേവാരമൊക്കെ അതിൻ്റെ ഇടയിൽ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്ന് അവർക്ക് പുട്ടും പഴമൊക്കെ കൊടുത്ത് വലിയ ഇഷ്ടമൊന്നുമില്ല, മുഖം കണ്ടാൽ തന്നെ അറിയില്ല വേണോ വേണ്ട വെച്ചിട്ടാണ് തിന്നണത്. പിന്നെ നമുക്കൊരു എളുപ്പപ്പണിയല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ അവരും പോയി.